ദേവു, നിന്നെ ഞാനിന്ന് എത്ര തവണ വിളിച്ചടി? ഒരു തവണ പോലും നീ ഫോൺ എടുത്തില്ല. പോട്ടെ, നിന്റെ ഫോൺ ഭയങ്കര ബിസിയായിരുന്നല്ലോ. നീ ഇത് ആരെ വിളിച്ചോണ്ടിരിക്കുന്നടി? ഏട്ടാ, വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചതാണ് ഏട്ടാ. അച്ഛനെ നല്ല സുഖമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ അവിടെ ഭയങ്കര കാറ്റും മഴയും ഇടിവെട്ടൊക്കെ ആയിരുന്നു. വീട്ടിൽ നിന്ന് ഒരു ആഞ്ഞിലി മരം ഒടിഞ്ഞു വീണു. അതുപോലെ തന്നെ അപ്പുറത്ത് നിന്ന പേരമരം, അത് എല്ലാം ആ കാറ്റത്തൊടിഞ്ഞു വീണു. ഇങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു ഏട്ടാ. ഏട്ടൻ എപ്പോൾ നോക്കിയാലും എന്നെ സംശയമുള്ള ഏട്ടാ. അത് ശരി, ഇപ്പം എനിക്കായോ കുറ്റം? അപ്പം നിനക്ക് എന്നെ ഒന്ന് തിരിച്ച് വിളിക്കാൻ പാടില്ലടി ദേവി? ഒരുപാട് തവണ ഞാൻ നിന്നെ വിളിച്ചില്ലേ? ഒരു തവണയെങ്കിലും നിനക്കൊന്ന് തിരിച്ച് വിളിച്ചിട്ട് എന്നോടൊന്ന് കാര്യങ്ങൾ പറയായിരുന്നില്ലേ? എന്ത് ഏട്ടാ, അച്ഛനങ്ങനെ ഫോൺ വിളിച്ചാൽ നിർത്തുകയില്ല. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഏട്ടൻ സംശയിക്കണ്ട കേട്ടോ. ഏട്ടൻ്റെ ദേവു ഒരാളെയും വിളിക്കുകയില്ല. എൻ്റെ ഏട്ടനെ മാത്രമേ ഞാൻ വിളിക്കുകയുള്ളൂ. ഏട്ടൻ എന്നെ വിശ്വസിക്കേട്ടാ. ശരി, വിശ്വസിക്കാം കേട്ടോ.